ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് പച്ചരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ റെസിപ്പി ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2.5 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് പുതിർത്തിയതിന് ശേഷം കഴുകിയിട്ട് ഇതാ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതിലേക്ക് ആവശ്യമായത് ഈ ഒരു സ്പൂണിന് 3-4 സ്പൂണ് തേങ്ങ, പിന്നെ ഇതാ ഒരു തവി ചോറ് കേട്ടോ. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ ഒരു അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടി ചോറ് ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് വീണ്ടും എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ആദ്യം തന്നെ മിക്സിൻ്റെ ജാർ എടുത്തേക്കാണ്. ഹൈക്ക് ഇതാ ഈ ഒരു അരി ഇട്ട് പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ആ ഒരു തവിയിൽ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 സ്പൂൺ തേങ്ങയും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഈ ഒരു അരിൻ്റെയും ഈ ഒരു തേങ്ങയുടെ ലെവലായിട്ട് ഈ ഒരു ഗ്ലാസ്സിന് പിന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ഇനി നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുകയാണ്. ഇത് പാലപ്പം മാവിനൊക്കെ മാവ് അടിച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു റെസിപ്പിക്കും വേണ്ടിയിട്ട് മാവ് അരച്ചെടുക്കണത്. അങ്ങനെ ഇതാ അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതാ കണ്ടില്ലേ, ഇതുപോലെ അരച്ചിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതാണ്. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ജാറൊക്കെ ഇതാ അത്രയും കൂടി ചോറ്, പിന്നെ ഇതാ തേങ്ങ, ബാക്കിയുള്ള തേങ്ങ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണുണ്ട്. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളത കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അരച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ എന്താ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം മതി കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ വേണം ഈ ഒരു മാവ് നമുക്ക് അരച്ചെടുക്കാൻ. ഇനി എന്താന്ന് പറഞ്ഞേനോ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും 1/4 ടീസ്പൂണിൻ്റെ കീപ്പട്ടായിട്ട് ബേക്കിംഗ് സോഡയും കൂടി പൊങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേനെ. ഇനി നന്നായിട്ട് ഞാനൊരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ. നല്ലോണം ഇളക്കിയെങ്കിൽ തന്നെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ രാത്രി തലേന്നിട്ട് അരച്ചെടുക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഒരു 5:30-6 മണിൻ്റെ ഉള്ളിൽ അത് തുറന്ന് നോക്കണം. നമ്മൾ മാവൊക്കെ ഇതാ നന്നായിട്ട് തന്നെ പൊങ്ങിയെടുത്തിന് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങോട്ട് ആയി കിട്ടിയാണ്. ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതാ ചുട്ടെടുക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു കുയ്യപ്പച്ചട്ടി ഇട്ടെടുത്തത്. ഇതിലേക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഓയിലിൻ്റെ വെളിച്ചെണ്ണൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല കേട്ടോ. ഈ ഒരു ഒഴിച്ച് കൊടുക്കൽ തന്നെ മതിയേ. ഇനി ഈ കുയ്ക്കൊക്കെ ഞാനിതാ ഓരോ തവി ഇങ്ങനെ പിന്നെ മാവ് കെട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പെട്ടെന്നൊക്കെ ഇത് കുക്കാവും കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് നേരം മൂടി വെച്ചാൽ മതി. ആ ഒരു സമയത്ത് നമ്മളെ ഈ റെസിപ്പി പെട്ടെന്നൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് പെട്ടെന്നൊക്കെ ഇങ്ങനെ എടുക്കാനാവേ. അങ്ങനെ ഇതാ കണ്ടില്ലേ, ഇത് ഫുള്ളാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണേ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് മാറി കഴിക്കാമല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. പിന്നെ ഇതിലേക്ക് ഈ ഒരു ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി കുറച്ച് നെരിച്ചിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ചിട്ട് ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഈ റെസിപ്പി റെഡി ചെയ്യണ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഞാനിതാ ഓരോന്നോരോന്നിങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഇതിനുള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമില്ല. വൈകുന്നേരം രാത്രി നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി എടുക്കാനും സുഖമാണല്ലോ. രാവിലെ വലിയ പണിയൊന്നും ഇല്ലാണോ.
അങ്ങനെ ഇതാ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു റെസിപ്പി ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കറി, ഏത് കറിയാലും കോംബോ ആണ്. കറി ഇല്ലെങ്കിൽ നമുക്ക് ചൂടോട് കൂടി കഴിക്കുകയും ചെയ്യാം. ഈ ഒരു മാവ് കൊണ്ട് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാലപ്പം നല്ല സോഫ്റ്റ് ഉള്ളതാണ്. ഈ ഒരു മാവ് തന്നെ മതി നമുക്ക് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇവിടെ നെരിച്ചിലുള്ള പാലപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നെരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. ഇതുപോലെ നടുക്ക് നല്ല പൊങ്ങായിട്ട് തന്നെ കിട്ടുന്ന പാലപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഈ മാവ് ഞാൻ കുറച്ച് തോനെ അടിച്ച് വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ടൊക്കെ 2 ദിവസമാക്കിയിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് നേരം മാവ് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് തുറന്നെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റുള്ള, നല്ല പൊങ്ങിയ, നല്ല നടുവൊക്കെ നല്ല പതമുള്ള ഒരു പാലപ്പം കൂടി റെഡി ആക്കാൻ കഴിയും. അപ്പോൾ നമ്മളെ റെസിപ്പി അടിപൊളിയായിരിക്കട്ടെ കേട്ടോ. രാവിലെ ആയതുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇതുപോലെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഇടയിൽ കണ്ടു നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.